നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് കുറേ ഗ്രാമർ പഠിച്ചു. അതേപോലെ തന്നെ കുറേ സെന്റൻസുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു. അങ്ങനെ കുറേ ഇംഗ്ലീഷിന്റെ കുറേ വൊക്കാബുലറി പഠിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇതൊക്കെ എത്രമാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മൾ എഴുതാൻ പഠിച്ച ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അല്ലെ, കുറേ ക്ലാസ്സുകൾ നമ്മൾ എഴുതാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കേട്ടാൽ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സും എളുപ്പമാകും. ഇന്ന് ഞാൻ ചെയ്യുന്നത് കുറേ വാക്കുകൾ നിങ്ങൾക്ക് തരും. ഒരു സെന്റൻസിൻ്റെ അകത്തുള്ള വാക്കുകളാണ് തരുന്നത്. അപ്പം നിങ്ങളത് ഓരോന്നും എടുത്ത് ഒരു കറക്റ്റായിട്ടുള്ള ഒരു സെന്റൻസ് ആക്കി മാറ്റണം. അപ്പം നമുക്കറിയാം, ഒരു സെന്റൻസ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ഫസ്റ്റ് ഒരു സബ്ജക്റ്റ് വേണം, പിന്നെ ഒരു ഓക്സിലറി ഉണ്ടെങ്കിൽ ഓക്സിലറി വേണം, പിന്നെ ഒരു മെയിൻ വേർബ് വേണം, പിന്നെ എന്ത് വേണം? ഒബ്ജക്റ്റ് വേണം, പ്ലേസ് ഉണ്ടെങ്കിൽ പ്ലേസ്, ടൈം ഉണ്ടെങ്കിൽ ടൈം, ഇതൊക്കെ വേണമെന്ന് നമുക്കറിയാം അല്ലേ. അപ്പം നമുക്ക് ആ രീതിയിൽ നമ്മൾ തരുന്ന, ഞാനിന്ന് വളരെ എളുപ്പമുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ലവണ്ണം പ്രയോജനപ്പെടുമെന്നാണ് എൻ്റെ വിചാരം ഇരിക്കുന്നത്. അപ്പം ഇന്ന് നമുക്ക് ക്ലാസ് തുടങ്ങാം. ഫസ്റ്റ് തന്നെ കുറേ സെൻറ്റൻസ്, കുറേ വാക്കുകൾ, സെൻറ്റൻസ് അല്ല കുറേ വേർഡ്സ്, അതായത് സെൻറ്റൻസ് അത് നിങ്ങൾ കറക്റ്റ് ആക്കുമ്പോൾ നല്ലൊരു മീനിങ് ഫുൾ സെൻറ്റൻസ് ആയിട്ട് മാറും. അപ്പം നമുക്ക് നോക്കാം. ഞാൻ തരുന്ന വാക്കുകൾ നിങ്ങൾ നോക്കൂ. ഗെറ്റ്, 6 o'clock, I, up, morning, every. അപ്പം ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങളൊന്ന് സെൻറ്റൻസ് ആക്കൂ. ആദ്യം ഈ തന്നിരിക്കുന്നതിനകത്ത് സബ്ജക്റ്റ് എന്താണെന്ന് നോക്കുക, പിന്നെ ഒരു ഓക്സിലറി ഉണ്ടോ എന്ന് നോക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് വേർബ് ഉണ്ടോ എന്ന് നോക്കുക, ഒബ്ജക്റ്റ് എന്താണെന്ന് നോക്കുക, പ്ലേസ് ഉണ്ടോ എന്ന് നോക്കുക, ടൈം ഉണ്ടോ എന്ന് നോക്കുക. അപ്പം എന്തൊക്കെ തന്നാൽ? ഗെറ്റ് ഉണ്ട്, 6 o'clock ഉണ്ട്, മോർണിംഗ് ഉണ്ട്, അറ്റ് ഉണ്ട്, അപ്പ് ഉണ്ട്, അവരി ഉണ്ട്, ഐ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ സബ്ജക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ടും അറിയാം അല്ലെ. സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്? നമ്മുടെ ഐ, യു, വി, ദേ, ഹി, ഷീറ്റ്. അവരിൽ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഉണ്ട്. ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്. ഇത് വളരെ എളുപ്പമാണ്, നിങ്ങളൊക്കെ മനസ്സിൽ കരുതി കാണാം. ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്. ഇനി എന്തുണ്ട്? ഓക്സിലറി ഇതിനകത്തില്ല. ഓക്സിലറി ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ഓക്സിലറി ഇതിനകത്തില്ല. പിന്നെ ഇതിൽ എന്താണുള്ളത്? വേർബ് ഉണ്ട്. ഗെറ്റ് എന്ന് മാത്രമല്ല, അതിൻ്റെ കൂടെ നമുക്ക് എന്തും കൂടെ ഉണ്ട്? ഉണരുക, എഴുന്നേൽക്കുക എന്നൊക്കെ പറയാൻ എന്തൊക്കെയുണ്ട്? ഗെറ്റ് അപ്പ്, വേക്ക് അപ്പ് ഉണ്ട് അല്ലെ, രണ്ടും ഉണ്ട്. അപ്പോൾ ഗെറ്റും എടുക്കണം, അപ്പും എടുക്കണം. ഐ ഗെറ്റ് അപ്പ്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇനി എന്താ? ഗെറ്റ് അപ്പ്, എഴുന്നേറ്റു, ഒബ്ജക്റ്റ് വേണം. മോർണിംഗ് ഉണ്ട്, പിന്നെ അവിടെ എവരി ഉണ്ട്, എല്ലാന്നുണ്ട്. എവരി മോർണിംഗ് ഐ ഗെറ്റ് അപ്പ്, എവരി മോർണിംഗ്. അറ്റുണ്ട്, 6 o'clock I get up every morning at 6 o'clock. അറ്റ് 6 o'clock. 6 o'clock എന്ന് കൃത്യമായി പറഞ്ഞത് കൊണ്ട് അതിൻ്റെ മുമ്പിൽ നമ്മൾ അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചു അല്ലെ. അപ്പോൾ ഐ ഗെറ്റ് അപ്പ് എവരി മോർണിംഗ് അറ്റ് 6 o'clock. മോർണിംഗ് എന്നല്ല, അവിടെ നമുക്ക് എവരി എന്ന് പറഞ്ഞൊരു വാക്കും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. സോ ഐ ഗെറ്റ് അപ്പ് എവരി മോർണിംഗ് അറ്റ് 6 o'clock. നെക്സ്റ്റ്, നിങ്ങൾക്ക് എല്ലാവർക്കും ശരിയായിട്ടുണ്ടാകും, എല്ലാവർക്കും അറിയണതും നമ്മൾ എപ്പോഴും പറയണതുമായ ഒരു സെന്റൻസ് ആണ്. ഇനി വേറെ ഒരു സെന്റൻസ് പറയാം. സ്പീക്ക്, ദ, ഓൾവേസ്, ഐ, ട്രൂത്ത്. സ്പീക്ക്, ഓൾവേസ്, ദ, ഐ, ട്രൂത്ത്. ആദ്യം എന്ത് വേണം? ഇതില് സബ്ജക്റ്റ് നോക്കണം അല്ലെ. ഫസ്റ്റ് നമുക്ക് എന്താണെങ്കിലും ഒരു ഇംഗ്ലീഷ് സെന്റൻസിൽ സബ്ജക്റ്റ് വേണം. സബ്ജക്റ്റ് എന്താണ്? ഐ. ഇനി ഓക്സിലറി ഉണ്ടോ? ഓക്സിലറി ഇല്ല. പകരം എന്താണ്? ഒരു മെയിൻ വേർബ് ഉണ്ട് അല്ലെ. മെയിൻ വേർബ് എന്താണ്? സ്പീക്കാണ്. ഐ സ്പീക്കാണ്. ഇനി എന്താണുള്ളത്? ഒബ്ജക്റ്റ് എന്താണ്? ട്രൂത്ത് എന്നാണ്. ഒബ്ജക്റ്റ് ട്രൂത്ത് ആണ്. പക്ഷെ അവിടെ നമുക്ക് ദ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെ എന്ത് കൊടുക്കണം?
ട്രൂത്തിന്റെ മുമ്പിൽ ദ എന്ന് കൊടുക്കണം. പക്ഷെ അവിടെ ഒരാൾ ബാക്കി കിടപ്പുണ്ട്. ആര് ബാക്കി കിടപ്പുണ്ട്? ഓൾവേസ് ബാക്കി കിടപ്പുണ്ട്. അത് ഞാൻ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓൾവേസ് എന്ന്, ഓൾറെഡി ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് സബ്ജക്റ്റ് കഴിഞ്ഞ് നമ്മൾ കൊടുക്കണം. അപ്പൊ ഐ ഓൾവേസ് സ്പീക്ക് ദ ട്രൂത്ത്. ഐ ഓൾവേസ് സ്പീക്ക് ദ ട്രൂത്ത്. അപ്പൊ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് കൊടുത്തു, ഓൾവേസ്, പിന്നെ എന്താണ്, ഓൾറെഡി, റെയർലി, ഇവയൊക്കെ വരുമ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വേണം അത് കൊടുക്കാമെന്ന് ഞാൻ കുറേ വട്ടം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഐ ഓൾവേസ്, പിന്നെ എന്താണ്, വേർബ് കൊടുത്തു സ്പീക്ക്, പിന്നെ എന്താണ്, ഒബ്ജക്റ്റ് ദ ട്രൂത്ത്. ശരിയായോ? ഓക്കെ, നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. ഗ്രോസറി ബൈസ് supermarket mother the from. എങ്ങനെ വരും? സബ്ജക്റ്റ് നോക്കിക്കോളൂ. മദർ ആണ് സബ്ജക്റ്റ് അല്ലെ, അമ്മയാണ് സബ്ജക്റ്റ് വരുന്നത്. മദർ ഓക്സിലറി ഇല്ല. വേർബ് എന്താണെന്ന് നോക്കണം. വേർബ് എന്താണ്? മദർ ബൈസ്. മദർ ആയതുകൊണ്ട് ബൈസ്, എസ് ചേർത്തു, ബൈസ്. മദർ വാങ്ങി, എന്ത്, ഒബ്ജക്റ്റ് കൊടുക്കണം. ഗ്രോസറി എവിടുന്ന്? ഫ്രം ദ സൂപ്പർ മാർക്കറ്റ്. മദർ ബൈസ് ഗ്രോസറി ഫ്രം ദ സൂപ്പർ മാർക്കറ്റ്. വളരെ എളുപ്പമുള്ള കുറച്ച് സെന്റൻസുകൾ മാത്രമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് എടുത്തിരിക്കുന്നത്. നിങ്ങൾ നോക്കുക. കിട്ടിയല്ലോ? മദർ എന്ന സബ്ജക്റ്റ് കൊടുത്തു, വേർബ് കൊടുത്തു. വേർബ് എന്താണ്? ബൈസ്, എസ് കൊടുത്തു. ഇതെന്തുകൊണ്ട് വന്നു എന്നൊക്കെ അറിയണമെങ്കിൽ ടെൻസ് പഠിക്കണം. മദർ ബൈസ് എന്തു വാങ്ങിച്ചു? ഗ്രോസറി. എവിടുന്ന് വാങ്ങിച്ചു? ഫ്രം ദ സൂപ്പർ മാർക്കറ്റ്. അപ്പൊ എന്താണ്? മദർ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഗ്രോസറി വാങ്ങിക്കാറുണ്ട്. വേറെ സെന്റൻസ്. ഓൺ പോസ്റ്റേഴ്സ് ഡു stick not wall this. ഇത്തിരി ബുദ്ധിമുട്ട് പോലെ തോന്നിയോ? ഓൺ പോസ്റ്റേഴ്സ് ഡു ദിസ് സ്റ്റിക്ക് നോട്ട് വാൾ. അതിനകത്ത് എന്തു വന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനകത്ത് എന്തു വന്നു? ഡു വന്നിട്ടുണ്ടെന്നുള്ള വളരെ കെയർഫുൾ ആയിരിക്കണം. അതിനകത്ത് എന്തു വന്നു? ഡു വന്നു. അപ്പൊ ഇനി എങ്ങനെ പറയണം? ഡു വന്നത് കൊണ്ട് ഡുവിനെ നമ്മൾ ആദ്യം ഇങ്ങോട്ട് എടുത്തു, ഡു വെച്ചു. ഇനി എന്താണുള്ളത്? വേർബ് കൊടുക്കണം അല്ലെ. വേർബ് എന്താണ്? സ്റ്റിക്ക്, പതിക്കുക എന്നുള്ള സ്റ്റിക്ക് കൊടുത്തു. എന്താണ്? പോസ്റ്റേഴ്സ്. ഡു സ്റ്റിക്ക് പോസ്റ്റേഴ്സ് എന്നായി. ഇനി അത് എവിടെയാണ്? ഓൺ ദിസ് വാൾ എന്നാക്കി. പക്ഷേ അവിടെ ഒരു നോട്ട് ബാക്കി കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി ഡു നോട്ട് ആണ്. അത് നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. പതിക്കരുത് അല്ലെ. ഡു നോട്ട് സ്റ്റിക്ക് പോസ്റ്റേഴ്സ് ഓൺ ദിസ് വാൾ. വാളില്, ഈ വാളില് പോസ്റ്റേഴ്സ് പതിക്കരുത്. കാരണം നമുക്ക് ഡു വന്നത് കൊണ്ട് നമുക്ക് മനസ്സിലായി എന്താണ്? അവിടെ വേറൊരു സബ്ജക്റ്റ് നമ്മൾ നോക്കിയപ്പോ കണ്ടോ? നമ്മൾ അവിടെ നോക്കിയപ്പോൾ ഒരു സബ്ജക്റ്റ് കണ്ടില്ല, പകരം അവിടെ ഡു ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ ആ ഡൂവിനെ ഇങ്ങോട്ട് ആദ്യം എടുത്തു, പിന്നെ വേർബ് കൊടുത്തു, ഒബ്ജക്റ്റ് കൊടുത്തു, എഴുതി പോയി. പക്ഷെ അവിടെ ഒരു നോട്ട് നമുക്ക് മിച്ചം കിടന്നല്ലേ, നമുക്ക് ബാലൻസ് ആയി കിടന്നു. അപ്പൊ നമുക്കത് മനസ്സിലായി. അത് അല്ലാണ്ട് നമുക്ക് പോസ്റ്റ് നോട്ട് എന്ന് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ സ്റ്റിക്ക് നോട്ട് എന്ന് പറയാൻ പറ്റത്തില്ല. ഡൂവിന്റെ കൂടെ മാത്രമേ നമുക്ക് നോട്ട് ചേർക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഡു നോട്ട് സ്റ്റിക്ക് പോസ്റ്റേഴ്സ് ഓൺ ദിസ് വാൾ. ഇനി വേറൊരു സെന്റൻസ്. അത് ഞാനിപ്പോൾ പറയുമ്പോൾ ഞാനിനി എൻ്റെ സഹായം വേണ്ട, നിങ്ങൾ കമന്റ് ബോക്സ് കൊടുത്തോളൂ. വാസ് ദ സോ ഡിഫിക്കൽട്ട് വർക്ക്. വാസ് ദ സോ ഡിഫിക്കൽട്ട് വർക്ക്. ഒന്ന് നോക്കിയിട്ട് നിങ്ങളത് കറക്റ്റ് മീനിങ് ഫുൾ സെന്റൻസ് ആക്കിയിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കൊടുക്കും. അപ്പൊ ഇന്നത്തെ ഈ ക്ലാസ് നമ്മൾ എത്രമാത്രം പഠിച്ചു എന്ന് നിങ്ങൾക്ക്
അറിയാൻ പറ്റും, നിങ്ങൾക്ക് സ്വയം അത് അറിയാൻ പറ്റും. കാര്യം ഞാൻ വളരെ എളുപ്പമുള്ള കുറച്ച് സെന്റൻസുകൾ മാത്രമാണ് നിങ്ങൾക്ക് വാക്കുകളാക്കി തന്നത്, നമ്മളത് മീനിങ് സെന്റൻസ് ആക്കി മാറ്റിയത്. വളരെ 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 എളുപ്പമുള്ളതാണ്. അപ്പം നിങ്ങൾ മനസ്സിലൊന്ന് കരുതുക, ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് എത്ര എണ്ണം നിങ്ങൾക്ക് സ്വയം എഴുതാൻ പറ്റി എന്ന് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. എന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ലെവൽ ഇപ്പം എത്രയാണ്, ഞാനിത് പഠിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് സ്വയം വിലയിരുത്താൻ പറ്റുന്നതാണ്. അപ്പൊ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടോ എന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുക്കുക. അതേപോലെ ഇപ്പൊ ഞാൻ തന്ന ആ വാക്കുകളെ ഒരു മീനിങ് സെന്റൻസ് ആക്കി മാറ്റാനും കൂടെ ശ്രമിക്കാം. ഇനി നമ്മുടെ ഈ അവധിക്കാലം നമ്മുടെ പ്രത്യേകിച്ച് ടീച്ചേഴ്സൊക്കെ ആണ് എങ്കിൽ ഇപ്പോൾ ലീവിലൊക്കെ ഇരിക്കുകയാണ്, അങ്ങനെയുള്ളവരൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് വേണ്ടി പേഴ്സണൽ ട്രെയിനിങ് ക്ലാസ്സുകളുണ്ട്. ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം ഇംഗ്ലീഷ് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്തായിരിക്കും നിങ്ങളുടെ ക്ലാസ്സുകൾ ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ അവധിക്കാലം നന്നായിട്ട് തന്നെ ഉപയോഗിക്കുക. എല്ലാവരും നമ്മുടെ വീട്ടമ്മമാരൊക്കെ വെറുതെ ഇരിക്കുകയാണ് എങ്കിൽ അവരൊന്നും വെറുതെ ഇരിക്കാതെ കുറച്ചൊക്കെ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ദിവസം കാണുന്നത് വരെ ബൈ ബൈ.